بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് പറയാൻ പോകുന്ന ആയത്ത് സൂറത്തുൽ ആറാഫിലെ 179-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ദറഅനാ ലിജഅന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഊലൈക കൽ അൻആമി ബൽ ഹും അദൽ ഊലൈക ഹുമുൽ ഗാഫിലൂൻ. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് കൽബുകളുണ്ട്, പക്ഷെ അവരെ അത് ഉപയോഗിച്ച് കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ അതുപയോഗിച്ച് അവര് കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, പക്ഷെ അതുപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുകയുമില്ല. അവർ കന്നുകാലികളെ പോലെയാകുന്നു. അതല്ല, അവരാണ് ഏറ്റവും വഴിപയച്ചവര്. അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവരും അഥവാ ശ്രദ്ധാലുക്കളും. ഈ ആയത്തില് ആദ്യം അല്ലാഹു തആല പറയുന്നത് വലഖദ് ദറഅനാ ലിജഅന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. നരകത്തിന് വേണ്ടി അല്ലാഹു തആല ജിന്നുകളെയും മനുഷ്യരെയും ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നരകം സൃഷ്ടിച്ചു, എന്നിട്ട് ആ നരകത്തിന് വേണ്ടി ഒരുപാട് ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഹദീസുകളിലൊക്കെ പറയുന്നത് നരകത്തിലാണ് കൂടുതൽ ആളുകളുള്ളതെന്നാണ്. സ്വർഗത്തിലുള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ നരകത്തിലുള്ളത്. നരകം എല്ലാ ആളുകളും അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും, ഇനി ആളുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോ അല്ലാഹു തആല പടച്ച മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ബഹുഭൂരിഭാഗം നരകത്തിലേക്കാണ്. ചില ഹദീസുകൾ പറയുന്നുണ്ട്, മഹ്ശറയുടെ നാളില് ആദം നബി അലൈഹി ഇസ്ലാമോട് അല്ലാഹു തആല കൽപ്പിക്കും ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കണ്ട്. ആ സമയത്ത് ആദം നബി അലൈഹി ഇസ്ലാം ചോദിക്കും, എത്ര പേരാന്ന് ചോദിക്കും. ഓരോ 1999 പേര് നരകത്തിലേക്കാണ് അല്ലാഹു തആല പറയുന്നുണ്ട്. ആ സമയത്ത് മനുഷ്യന്മാർക്ക് ബേജാറായി പോകുന്ന സമയമാണ്. ഇങ്ങനെ ഉള്ള സമയത്ത് സഹാബത്തും ഈ ഹദീസ് കേട്ടുകൊണ്ട് വളരെ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിൻ്റെതായ കാര്യം അതിൽ നിന്നും വേർതിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കാരണം പിന്നീട് സന്തോഷിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട് അസൽ സഹാബികളായ ആളുകള് അവര് സ്വർഗത്തിലാണ്. പക്ഷെ സഹാബികള് എന്താണ് എന്നറിയാതെ എല്ലാവർക്കും താനൊരു സഹാബിയാണെന്ന് പറയാൻ സാധിക്കൂല. കാരണം അവർക്ക് ഒരുപാട് മുനാഫിക്കങ്ങളുണ്ട്. സഹാബത്തിനേക്കാളും കൂടുതൽ മുനാഫിക്കങ്ങൾ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലാണെങ്കിൽ മൂമിനേക്കാളും കൂടുതൽ കാഫിര്യങ്ങളുള്ളത്. ഏതൊരു പ്രവാചകന്റെ കാലത്തും അനുപാതം നോക്കാന്നുണ്ടെങ്കിൽ നരകക്കാരാ കൂടുതൽ. ഏതൊരു കാലഘട്ടത്തിലും അങ്ങനെയാണ്, ഏതൊരു വീട്ടിലും അങ്ങനെയാണ്. അങ്ങനെ ഏതൊരു സംഗതി നമ്മൾ നോക്കുകയാണെങ്കിലും ഏത് സംഘത്തിലേക്ക് നോക്കുകയാണെങ്കിലും മെജോറിറ്റി ആരായിരിക്കും? നരകക്കാരായിരിക്കും. സ്വർഗക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം സത്യം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ കൊണ്ടല്ല നരകവും സ്വർഗവും തീരുമാനിക്കുന്നത്. അതാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. അപ്പൊ പിന്നെ അതിനെന്താണ് കാരണം? നിരീശ്വരവാദികളെ ആളുകള്, അതേപോലെ മുനാഫിക്കങ്ങളെ ആളുകള് പല കുരുട്ട് ചോദ്യങ്ങളും ചോദിക്കുന്ന സമയത്ത് പണ്ഡിതന്മാര് അവർക്ക് ഒപ്പിച്ച് പറയുന്ന കുറെ ഉത്തരങ്ങളുണ്ട്. അവരെ ലോജിക്ക് വെച്ചിക്കാണ്ട് അവരെ സന്തോഷിപ്പിക്കാനായിട്ട്. അതൊന്നും ദീനല്ലല്ലോ. അല്ലാഹു തആല എന്താ പഠിപ്പിക്കുന്നത്? അതാണ് ദീന്. എന്താണ് അല്ലാഹു തആല നിശ്ചയിച്ചത്? അതനുസരിക്കുന്നവരാ മൂമിനീങ്ങൾ, അത് അംഗീകരിക്കുന്നവരാ മൂമിനീങ്ങൾ. അതിനെതിരായിക്കൊണ്ട് മുനാഫിക്കങ്ങളെ കൊണ്ടോ കാഫിര്യങ്ങളെ കൊണ്ടോ സമ്മതിപ്പിക്കേണ്ട ആവശ്യമൊന്നും ദീനിനില്ല, അള്ളാഹുവിനില്ല. സത്യമായിട്ട് പറയണം. അതാണ് ശരിക്കും പണ്ഡിതൻ ചെയ്യേണ്ടത്. അല്ലാതെ മുനാഫിക്കങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കണ്ട് ഹദീസ് മെനഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് ഉമ്മത്തിൽ കുറെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് അത്തരം കാര്യങ്ങൾക്ക് ഖിയാസ് എന്നും ഇജ്തിഹാദ് എന്ന് പേരിടുക. അപ്പൊ നമ്മൾ ഹഖീഖത്തോട് ബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ബന്ധമുള്ളവരാണ്. അള്ളാഹുവിൽ നിന്നും കിട്ടുന്ന അർത്ഥങ്ങള്, തഫ്സീറുകള് അതായിരിക്കണം നമ്മൾ അവലംബിക്കേണ്ടത്. നമുക്കൊരു വിഷയത്തെക്കുറിച്ച് അറിയില്ല എങ്കിലോ നമുക്ക് അറിയില്ല എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, ഇൽമ് 3 തരാണ്. 1 ഖുർആനാണ്, 2 ഹദീസാണ്, 3 ഒരു വാക്കാണ്. എനിക്കറിയില്ല എന്ന വാക്കാണ്. അപ്പൊ എനിക്കറിയില്ല എന്ന് വാക്ക് ഉച്ചരിക്കണം എന്നുണ്ടെങ്കിൽ കൽബ് ശുദ്ധിയാവണം. കൽബ് ശുദ്ധിയാവാത്തവർക്ക് അത് ഉച്ചരിക്കാൻ സാധിക്കൂല. അപ്പൊ ഈ വിഷയം സാധാരണ ഏതൊരു പണ്ഡിതനോട് എന്ത് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അവന് ശരിക്കും ഇൽമില്ല എന്നുള്ളതാണ്. കാരണം ഏതൊരാൾക്കും ഒരുപാട് കാര്യങ്ങൾ അറിവില്ലാത്തതുണ്ടായിരിക്കും. അപ്പൊ പണ്ഡിതൻ അത് സൂക്ഷിക്കും. മുൻഗാമികളായ മഹാന്മാരുടെ ചരിത്രം എടുക്കാന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർ ഉത്തരം കൊടുക്കാറില്ലായിരുന്നു. അവര് മിക്കവാറും പറയാറ് എനിക്ക് അറിവില്ല എന്നാണ്, അല്ലെങ്കിൽ അത് ഉത്തരം പറയാൻ മടിക്കും. അറിവുണ്ടെങ്കിൽ കൂടി പറയാറില്ല. അള്ളാഹുവിന്റെ മശായിഹന്മാർക്ക് അള്ളാഹുവിന്റെ സമ്മതമുണ്ട്, ഇതിനുണ്ട്, അവരോട് കൽപ്പന ഉണ്ട്. അപ്പൊ അവർ അറിവുള്ളത് സംസാരിക്കും. അറിവില്ലാത്ത അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന കശ്ഫ് മുഖേന, വഹി മുഖേനൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരും മഹാന്മാരൊക്കെ സംസാരിക്കും. അതല്ലാതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ ദീനിന്റെ ഫിത്നക്കും ഫസാദിനും കുഴപ്പത്തിനും ഒക്കെ കാരണമാവും.
വിധിയുടെ വിഷയം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണത്. അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭൂമിയിൽ ജിസ്മ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ആ ജിസ്മിനുള്ളിലേക്ക് കയറി വന്ന ആത്മാക്കള് മുമ്പേ ഉണ്ട്. ജിസ്മ് പടക്കപ്പെടുന്നതിന് മുമ്പേ ആത്മാക്കളുണ്ട്. ജിസ്മിൽ ചിലപ്പം ഉപ്പ ഉണ്ടാവാം, ഉമ്മ ഉണ്ടാവാം, മക്കളുണ്ടാവാം, അങ്ങനെ പരമ്പരകളൊക്കെ ഉണ്ടാവും. പക്ഷെ ആത്മാക്കൾക്ക് അതില്ല. എല്ലാം പടക്കപ്പെട്ടത് ഒരേ കാലഘട്ടത്തിലാണ്. അല്ലാഹു തആല അലസ്തുബിറബിക്കും ചോദിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ ആത്മാക്കളും അവിടെ ഉണ്ട്. കുൻ എന്നുള്ള പദം കൊണ്ട് കൽപ്പന ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന ആത്മാക്കളാണ് ബഹുഭൂരിഭാഗവും. ആ ആത്മാക്കളെല്ലാം ഒരേ പ്രായക്കാരാണ്. അപ്പോൾ അതിൽ ഉപ്പ ഉണ്ടാവാം, മകനുണ്ടാവാം, മക്കളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവിടെ പ്രായം ഒന്നാണ്. അവിടെ ഉപ്പയും മകനുള്ള ബന്ധമൊന്നുമില്ല. അതൊക്കെ ജിസ്മിനോട് തമ്മിലുള്ള ബന്ധങ്ങളാണ്. അപ്പൊ ഈ ആത്മാക്കള് അവിടെ വെച്ച് അല്ലാഹു തആല ചെയ്ത ചില കാര്യങ്ങൾ, കാണിച്ച ചില കാര്യങ്ങൾ, അതില് എന്താണോ ആത്മാക്കൾ തെരഞ്ഞെടുത്തത്, ആ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിക്കൊണ്ടാണ് ഇവിടെ വിധി നിർണ്ണയിക്കുന്നത്. അല്ലാഹു തആല ആദ്യമായിട്ട് അവരെ പടച്ചിട്ട് ദുന്യാവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദുന്യാവിന്റെ അലങ്കാരങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ അലങ്കാരങ്ങൾ കണ്ടുകൊണ്ട് അതിലേക്ക് ആകൃഷ്ടരായ ആത്മാക്കൾ ആരൊക്കെയാണോ, ആ ആത്മാവ് എന്താണോ തെരഞ്ഞെടുത്തത് അതിനനുസരിച്ച് അല്ലാഹു തആല അവർക്ക് നരകം എഴുതി വെച്ചത്. കാരണം അവർ മ്ലേച്ഛമായ ഒന്നിനെ തെരഞ്ഞെടുത്തത്. അതിന്റെ പേരിൽ അവർക്ക് ആ തെരഞ്ഞെടുപ്പ്, അവരാ ചോയ്സ്, ആ ചോയ്സിനുള്ള കുറ്റമായിട്ട്, അല്ലെങ്കിൽ ആ ചോയ്സ് അവര് ആ തെരഞ്ഞെടുപ്പ് നടത്തിയതിലുള്ള ശിക്ഷയായിട്ടാണ് അവർക്ക് നരകം എഴുതപ്പെട്ടത്. ഇനി അവർ ഭൂമിയിൽ വന്നാലും ഒന്നും മാറ്റപ്പെടുന്നില്ല. അപ്പോ അവർക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ആ ജിസ്മ് ചെയ്യൂ. അതിന് അനുകൂലമായിരിക്കും അവരെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ. അതേപോലെ സ്വർഗം തെരഞ്ഞെടുത്തവര് സ്വർഗം കാണിച്ചു കൊടുത്തപ്പോൾ സ്വർഗം തെരഞ്ഞെടുത്തു. അത് ആത്മാക്ക തെരഞ്ഞെടുത്തത്. ആ സമയത്ത് അവരെ ജിസ്മില്ല. അവരെ ജിസ്മിൻ്റെതായ ബുദ്ധിയോ ജിസ്മിൻ്റെതായ ചിന്തയോ ഒന്നുമില്ല. ആത്മാവിൻ്റെതായ ബുദ്ധിയും ചിന്തയൊക്കെ അപ്പോൾ ഉള്ളത്. ആ സമയത്ത് അവർ തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പിന്റെ ഫലമായി കൊണ്ടാണ് ആ ആത്മാവ് അതിനെ സൃഷ്ടിക്കപ്പെട്ടതായ ജിസ്മിലേക്ക് കയറിക്കൊണ്ട് പിന്നീട് അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്വർഗത്തിന് അനുകൂലമായിക്കൊണ്ട് അനുസൃതമായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ നോക്കിക്കൊണ്ടല്ല, അതിനുള്ള ആത്മാക്കളിലെ ആത്മാവിന്റെ അവസ്ഥ നോക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ഇതാണ് ഇതിന്റെ ഹഖീഖത്ത്. ഇത് പറയാൻ വഴിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ ആ തീരുമാനങ്ങൾ തൃപ്തിപ്പെടുന്നവർ തൃപ്തിപ്പെടട്ടെ. അവ തൃപ്തിപ്പെടുന്ന സമയത്ത് തൃപ്തിപ്പെടാത്തവരെ തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഹഖീഖത്തിന്റെ പേരിൽ മാറാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അത് പറയുവാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ മുനാഫിക്കായിരിക്കും. അല്ലാഹുവിൽ നിങ്ങൾക്ക് പരിപൂർണ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വിശ്വസിക്കണം. മുഅ്മിനീങ്ങളെ ആളുകളെ അള്ളാഹു ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല, നിങ്ങൾ ഉണ്ടാക്കിയതല്ല. എല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. ജനങ്ങളും എതിർത്താലും ഭൂമി ഒന്നടങ്ക് എതിർത്താലും നിങ്ങൾ നിങ്ങളെ വിശ്വാസമായിട്ടിരിക്കുക. അതാണ് ശരിക്കുള്ള യക്കീന്. അല്ലാഹു തആല നരകം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതില് വസിക്കേണ്ടവരാരെന്നും നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാറ്റപ്പെടാൻ പോകുന്നില്ല. അല്ലാഹു തആല വിധി എഴുതിയ പേനയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇല്ലാതായിട്ടുണ്ട്, മഷി പറ്റിയിട്ടുണ്ട്. അതൊന്നും യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അതിനോടനുബന്ധിച്ച പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും ശരിയായിട്ട് ചർച്ചയില്ലാത്ത വിഷയങ്ങളാണ്. ഇവിടെ ശരിക്കും നീതിക്ക് അനുകൂലമല്ലാത്ത ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ നീതി എന്നുള്ള വിഷയം മനുഷ്യന്റെ നീതിയുമായി നമ്മൾ തട്ടിച്ച് നോക്കേണ്ട വിഷയമില്ല. മനുഷ്യൻ ബലഹീനനാണ്, അറിവില്ലാത്തവനാണ്. പക്ഷെ അള്ളാഹുവിന്റെ നീതി അതിൽ സമ്പൂർണ്ണത ഉണ്ടാവും, അതിൽ യുക്തി ഉണ്ടാവും. എന്നിട്ട് ഇത്തരക്കാരെ മനുഷ്യരെ പറ്റി അല്ലാഹു തആല പറയുന്നുണ്ട്. അഥവാ നരകത്തിലേക്ക് പോവാനുള്ള അഹ്ലക്കാരായ ആളുകൾ, അവരെ പറ്റി പറയുന്നത് എന്താണ്? ലഹും കുലൂബുൻ, അവർക്ക് കൽബുകളുണ്ട്. പക്ഷെ എന്താണ്? ലാ യഫ്ഖഹൂന ബിഹ, അവരതുകൊണ്ട് കാര്യം ഗ്രഹിക്കുകയില്ല. കൽബുണ്ടെങ്കിൽ കാര്യം ഗ്രഹിക്കണമെങ്കിൽ കൽബ് എന്ത് ചെയ്യണം? കൽബിനെ മുനവറാക്കണം, കൽബിനെ എണീപ്പിക്കണം, കൽബിനെ ഹയാത്താക്കണം. കൽബിനെ ഹയാത്താകാത്ത ഒരാൾക്കും ഒന്നും അസാധ്യമല്ല. അവന് ഉണ്ടാവലും ഇല്ലാതാവലൊക്കെ തുല്യാണ്. കാരണം അവന്റെ കൽബ് കൊണ്ടാണ് അവനൊരു മനുഷ്യനായി തീരുന്നത്. കൽബിന്റെ ഹയാത്തിനെയാണ് മനുഷ്യത്വം, മനുഷ്യനെന്നൊക്കെ പറയുന്നത്. ഇൻസാൻ എന്നുള്ള പദം അവന് യോജിക്കണമെങ്കിൽ അവൻ എന്താവണം? കൽബ് ഹയാത്തവനായിരിക്കണം. കാരണം അള്ളാഹു നോക്കുന്നത് കൽബിലേക്കാണ്, നിങ്ങളെ പ്രവർത്തനങ്ങളിലേക്കോ രൂപത്തിലേക്കോ അല്ല. കൽബിലേക്ക് നോക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൽബ മുനവറാക്കി വെക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടി തയ്യാറാക്കപ്പെടേണ്ടി വെക്കുന്നത് കൽബാണ്. എന്നാൽ കൽബിനെ എങ്ങനെ തയ്യാറാക്കി വെക്കേണ്ടത് എന്നുള്ള വിഷയം ആർക്കും അറിയില്ല. അഥവാ അറിയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ജാഹിലിയങ്ങളെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് അസലല്ലാത്തൊരു ഇൽമാണ്. അവർക്ക് തോന്നിയ പോലുള്ള ഇൽമാണ്. കൽബിനെ ഹയാത്താക്കാൻ കൽബിൻ്റെതായ ഇൽമുണ്ട്. ആ ഇൽമ പ്രകാരം തന്നെ കൽബിനെ ഹയാത്താക്കണം. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് അതിന് കൽബിനെ ഹയാത്താക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു കൽബിനെ കൊണ്ട് കാര്യം ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ മനസ്സിലാക്കിയ കൽബ്, മനസ്സ്, അങ്ങനെയുള്ള വിഷയം കൊണ്ടൊന്നും കാര്യം ഗ്രഹിക്കാൻ സാധിക്കില്ല.
ബഹുഭൂരിഭാഗമായ ആളുകളും പണ്ഡിതന്മാരും ജാലിയങ്ങൾ ആ സൂഫിയാക്കളൊക്കെ മനസ്സിലാക്കി വെച്ചത് മനസ്സിനെയാണ് അവർ കൽബാക്കി വെച്ചത്. ചിന്തയാണ് അത് കൽബാക്കി വെച്ചിട്ടുള്ളത്, ബുദ്ധിയാണ്. ഇതൊന്നല്ല കൽബ്. കൽബ് എന്ന് പറഞ്ഞാൽ ഒരു മഖ്ലൂക്ക് നമ്മളെ ജിസ്മിന്റെ ഉള്ളിലുണ്ട്. അത് ഈ ലോകത്തു നിന്നുള്ളതല്ല, ആലം മലക്കൂത്തിൽപ്പെട്ട ഒരു സൃഷ്ടിപ്പാണത്. ആലം മലക്കൂത്ത് പറഞ്ഞാല് മലക്കുകള ലോകമാണ്. അപ്പൊ മലക്കുകള നാച്ചുറുള്ള ഒരു സാധനം നമ്മളെ ശരീരത്തിലുണ്ട്, അതാണ് കൽബ്. അതിന്റെ സ്വഭാവം ആത്മസ്വഭാവമാണ്, ആത്മീയതയിലുള്ളത്. അതിന് ഭൗതികതയുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഭൗതികത ആ വിഷയത്തോട് പിന്നെ നമ്മളെ എങ്ങനെ ബന്ധപ്പെടുത്തി പറയാം? ആത്മാവ് ഉണരാത്ത ആൾക്ക് ആത്മാവിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പൊ കൽബിനെ ഉണർത്തേണ്ട വിഷയം എങ്ങനെയാണ്? കൽബിനെ ഉണർത്തേണ്ടത് കൽബിൻ്റെതായ ഒരു ദിക്കറുണ്ട്. ആ ദിക്കറിനെ കൊണ്ടല്ലാതെ കൽബ് ഉണരൂല. അള്ളാഹുവിനുള്ള ദിക്കറാണ്. അപ്പൊ കൽബിനെ ഉണർത്താനുള്ള ദിക്കർ അള്ളാഹുവിന്റെ ദിക്കറാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.